ഈ ഒരു ജേർണിയിൽ ഇപ്പൊ നമ്മളിപ്പം ഇത്രയും വന്നു. പിന്നെ നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ചസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നമ്മുടെ ലൈഫിൽ? നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ല ഇപ്പം ചിന്തിക്കുന്ന രീതി, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഉം, എനിക്ക് ചില സമയത്ത് തോന്നുന്നു ഞാൻ പഴയ ഞാനായിരുന്നു കുറച്ചും കൂടെ നല്ലതെന്ന്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ കുറെ ഇപ്പം പണ്ട് നമ്മള് ഇപ്പം എന്താ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഭയങ്കര ആര് വന്നാലും നോക്കി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും ഫ്രണ്ട്സ് അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പൊ ഒരു ഫ്രണ്ടിനെ ഇപ്പൊ ഞാൻ ഇവിടെ വന്നല്ലോ, ഇവിടെ വന്നു, അപ്പൊ എനിക്ക് ഫ്രണ്ട്സിനെ വേണല്ലോ. നമ്മൾ മറ്റേതൊക്കെ എന്താ, നമുക്ക് നാച്ചുറൽ ആയിട്ട് ഓർഗാനിക് ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ, നമ്മൾ ഇവിടെയാണ്, നമുക്ക് ഇനി പതുക്കെ പതുക്കെ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ഉണ്ടാവണം. അങ്ങനത്തെ ഒക്കെ രീതിയിൽ വരുമ്പോഴത്തേക്ക് ദൈവമേ, എനിക്ക് മുന്നേ ഒന്നും അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടുമോ, അല്ലെങ്കിൽ എന്താ പറയുന്നേ, ഇപ്പൊ ഇങ്ങനെ ഓക്കെ, കുറെ എന്താ പറയാ, ഈ അൺവാണ്ടഡ് ഡ്രാമാസ് ഒന്നും നമുക്ക് വേണ്ട. നല്ല കുറച്ച് ഇപ്പൊ അഞ്ച് അഞ്ച് പേര്, ഒരു രണ്ട് പേരോ ഉള്ളെങ്കിൽ അത് മതി. മനസ്സിലായോ? ഇപ്പൊ ഒരു മനസ്സിലായി. വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നിട്ട് അങ്ങനെ ഇപ്പൊ ആ ഡ്രാമ ഒന്നും ഇപ്പൊ താങ്ങൂല. കുറച്ച് റോ ആയിട്ട്, കുറച്ച് കാണുമ്പോ ഇങ്ങനെ ഭയങ്കര സ്നേഹം മനസ്സിലായോ? ആ മനസ്സിലായി. മനസ്സിലായി. ആ ആ, എനിക്കത് എങ്ങനെ പറഞ്ഞ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അത്ര മനസ്സിലാവും, അറിയത്തില്ല. എനിക്ക് മനസ്സിലാവും. ആ കാര്യം ഇപ്പൊ നമ്മള് ഞാൻ പണ്ട് ആ, തൊട്ടേ അറിയാലോ നിനക്ക്. കുറച്ചും കൂടെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് നല്ല ആൾക്കാർ മാത്രം ഇത് ചെയ്യുന്നതാണ്. കാര്യം എല്ലാവരും അതെ സംസാരിക്കില്ല. അപ്പൊ എനിക്കറിയാം, റീനസ് ആണെങ്കിൽ എല്ലാവരും സംസാരിക്കും. ഞാൻ എപ്പോഴും പറയല്ലോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ 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 അതെ, എന്നെ ഞാൻ സംബന്ധിച്ച് അങ്ങനെ എനിക്കൊരു എനിക്കങ്ങനെ 5 പ്രത്യേകിച്ച് പേരെ ഉള്ളായിരിക്കും. 5 പേർത്തായിരിക്കും ഞാൻ ഭയങ്കര കണക്റ്റഡ് ആവുന്നത്. അധികം പേർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് കുറച്ചും കൂടെ ഇപ്പം കുറച്ചും കൂടെ ചൂസി ആയിട്ട് നമുക്ക് കണക്റ്റഡ് ആവുന്ന ആൾക്കാരെ കണ്ടെത്താനും ചെയ്യാനും കുറച്ചും കൂടി ആ ഇഷ്ടമല്ലേ? അതെ അതെ. മറ്റേന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇപ്പൊ നമ്മളെ അടുത്ത് നല്ല പോലെ സ്നേഹത്തോടെ വരുന്ന നമ്മളെല്ലാരും ആഡ് ചെയ്യും അല്ലെ. എല്ലാരും നമുക്ക് ആ ഒരു മൊമെന്റിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്തല്ല, നമ്മൾ അവരുടെ ഒരു കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സന്തോഷിക്കുന്നു. അപ്പം അവരെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആണ് അല്ലെ. പക്ഷെ ഇപ്പോഴും പിന്നെയും കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അതിങ്ങനെ കുറച്ച് Yes. പേരിൽ വന്ന് ഇപ്പൊ നമ്മൾ ആ കോളേജ് പഠിക്കുന്ന സമയത്തുള്ള നമ്മുടെ അത്രയും ഫ്രണ്ട്സും ഒന്നും ഇല്ല നമുക്കിപ്പം. അത് അവരൊക്കെ തന്നെയാണെന്ന് പറഞ്ഞാലും വളരെ കുറച്ച് പേരല്ലേ. നമ്മളിപ്പം എപ്പോഴും എന്താ പറയുന്നേ, ഇപ്പൊ എന്റെ ഒരു വലിയൊരു ഫ്രണ്ട്ഷിപ്പ് എല്ലാരോടും നമ്മളിങ്ങനെ ടച്ചിലായിരുന്നല്ലോ ആ സമയത്ത്. ഞാൻ കല്യാണം കഴിഞ്ഞ് സിംഗപ്പൂർ പോയ സമയത്ത് നമുക്ക് വാട്സാപ്പും കാര്യങ്ങളൊന്നും ഇല്ല. മറ്റേ ലാൻഡ് ഫോണെന്നും മൊബൈലിൽ നിന്നൊക്കെയുള്ള നമ്മളിങ്ങനെ വിളിക്കുന്ന ആ സമയത്ത് എല്ലാവരും ലാൻഡ് ഫോൺ നമ്പേഴ്സ് ഒക്കെ നമുക്കറിയാം. പിന്നെ നമ്മളങ്ങ് ഞാൻ വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഈ ഫോൺ വിളി അത്ര ഈസി അല്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, നമ്മൾ ഡെയിലി മെയിൽ ചെയ്യായിരുന്നു. പ്രീതി, ഞാന്, ഗോപിക, നീയ്, നമ്മളെല്ലാരും നിമ്മി, നമ്മൾ മെയിലിലൂടെ ആയിരുന്നു. നമ്മൾ പക്ഷെ ആ ടച്ച് എല്ലാ ദിവസവും മെയിൽ ചെയ്യും. വിശേഷങ്ങളെല്ലാം മെയിൽ ചെയ്യും. ഫോട്ടോസൊക്കെ നമുക്ക് അയക്കാൻ വേറെ വഴികളില്ല. മെയിലാണ് എല്ലാം. അപ്പൊ ഇപ്പോഴും ഞാനിങ്ങനെ മെയിലില് പഴയ 99% സ്റ്റോറേജ് ഫുള്ളാണ് ഞാൻ. അപ്പൊ ഇങ്ങനെ പറയും ബിഗ് ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ. നമ്മള് പണ്ട് ജെറോമിൽ പോയ ഫോട്ടോസും നമ്മള് പിന്നെ ബീച്ചിൽ പോയതും ഒക്കെ കിടക്കും. പക്ഷെ ഡിലീറ്റ് ചെയ്യാൻ വയ്യ. അതിങ്ങനെ വെച്ചേക്കുവാണ്. അതൊക്കെ വാട്സാപ്പ് വന്നപ്പോ തൊട്ടിട്ട് മെയിലിൽ ഫോട്ടോസ് ഒന്നും ഇല്ല. പക്ഷെ അന്നത്തെ ഫോട്ടോസ് അത്ര മാത്രം ഉണ്ട്. കല്യാണത്തിന്റെ ഫോട്ടോസ്, നാട്ടുകാരുടെ കല്യാണത്തിന്റെ ഫോട്ടോസ്. അപ്പൊ പുതിയ മെയിൽ ഐഡി തുടങ്ങുക, മറ്റേ ഡിലീറ്റ് ചെയ്യണ്ട. ഇല്ല, അതെ അതെ, അത് വയ്യ. അങ്ങനെ അപ്പൊ നമ്മൾ ആ ഒരു വളരെ കുറച്ച് പേരോടാണല്ലോ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മറ്റേ നമ്മളിങ്ങനെ നാട്ടിലായിരുന്ന സമയത്ത് അവരെ ഇടയ്ക്ക് കാണും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിന് കാണും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണും, അല്ലെ ലാൻഡ് ഫോൺ ഒന്ന് വിളിക്കും. പെട്ടെന്ന് അത് മാറിയിട്ട് മെയിൽ ത്രൂ ആണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വന്ന്. അപ്പൊ ഇപ്പൊ വളരെ വാട്സാപ്പിന്റെ കുറച്ച് പേരുമായിട്ട്. കാര്യത്തിലേക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ലൈക്ക് ഇപ്പൊ നമുക്ക് ആക്സസ് ചെയ്യാന്ന് പറയുന്നത് ഈസി ആണല്ലോ, എല്ലാരെയും ആക്സസ് ചെയ്യാൻ ആ പറ്റും. പക്ഷെ എങ്ങനെ അതെ. തോന്നി അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ? ലൈക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? കുറച്ചും കൂടെ അടുപ്പം എല്ലാവരുമായിട്ട് വരാൻ പറ്റിയിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയില് അല്ല, ഈ മെയിൽ വന്നു. മെയിൽ അയക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണല്ലോ എല്ലാ ദിവസവും സംസാരിക്കുന്നത്. അങ്ങനെ അത് കുറച്ച് പേരിങ്ങനെ ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ വന്നു. സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരെയും നമുക്കറിയാവുന്നവരെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ റിക്വസ്റ്റ് അയക്കും. അപ്പം എല്ലാവരും ഒരുവിധം ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 99% ആൾക്കാരും സോഷ്യൽ മീഡിയ, 95% ആൾക്കാരും സോഷ്യൽ മീഡിയയിലുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്.
ഇപ്പൊ എല്ലാവരുടെയും പിന്നെ അപ്ഡേറ്റ്സ് നമുക്ക് കാണാം. നമ്മളിപ്പോ അവരോട് സംസാരിച്ചോ സംസാരിച്ചില്ലയോ എന്നുള്ളതൊന്നുമല്ല. ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പം എന്റെ ഇപ്പം ലിബോചൻ തീസിസിൽ ജോയിൻ ചെയ്ത സമയത്ത് നമ്മുടെ സീനിയർ ആയിട്ടൊരു ചേച്ചി വന്ന് ലിബോചൻ റീനുടെ ഹസ്ബൻഡ് അല്ലേ ചോദിച്ചു. എങ്ങനെ പരിചയം? ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടുള്ള പരിചയമാണ്. അതുപോലെ ഞങ്ങള് ഒരു ഇടയ്ക്ക് ഞങ്ങൾ നാട്ടിൽ വെച്ച് കുണ്ട്ര വെച്ചിട്ട് ഒരു സ്ഥലത്ത് പോയപ്പോഴും ഒരു പുള്ളി വന്ന് പരിചയപ്പെട്ടു. എന്ന് എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചാ. അപ്പം പുള്ളി വന്ന് പരിചയപ്പെട്ടു. റീനുവിന്റെ ഹസ്ബൻഡ് അല്ലേ? അല്ലെങ്കിൽ ഇപ്പം അച്ഛന്റെ സൈഡിലാണെങ്കിലും എന്നെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് കണ്ടിട്ടും അങ്ങനെയൊക്കെ എല്ലാരെ പറ്റി നമ്മൾ ആരുമായിട്ടും ടച്ചിലല്ലെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യാണ്, അവരുടെ പിള്ളേരൊക്കെ വലുതായി, നമ്മളത് അറിഞ്ഞോ അറിയാതെ നമ്മൾ അതെല്ലാം കാണുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഓർക്ക് നമ്മുടെയൊക്കെ പാരന്റ്സിന്റെ ഒക്കെ കാലത്ത് അവര് പഠിച്ച ആൾക്കാരെ ആയിട്ട് മറ്റേ ലെറ്റർ ത്രൂ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ വല്ലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് പപ്പയുടെ ഫ്രണ്ട്സ് ഒക്കെ അവര് ക്രിസ്മസിനൊക്കെ ഫാമിലി ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കല് അങ്ങനെയൊക്കെ ഉണ്ട്. ക്രിസ്മസിന് കാർഡ് അയക്കുമ്പോഴൊക്കെ അതിനകത്തൊരു ഫാമിലി ഫോട്ടോയും കൂടെ അങ്ങനെയാണ് അവർ കാണുന്നത്. പക്ഷെ നമുക്ക് അത്ര ക്ലോസ് അല്ലാത്തവർ നമ്മുടെ പരിചയക്കാരെല്ലാം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അതെനിക്കൊരു പോസിറ്റീവാണ്. പിന്നെ വാട്സാപ്പ് വന്നപ്പോഴത്തേക്ക് മെയിൽ നിർത്തി, ഫോട്ടോ അയക്കലും എല്ലാം ഈസി ആയി. ഡെയിലി കമ്മ്യൂണിക്കേഷനും ഇപ്പൊ വീഡിയോ കോൾ വേണേ അതുണ്ട്. പിന്നെ എന്നാലും നമ്മൾ മറ്റേ കുറച്ച് ഫിൽട്ടർ ചെയ്ത് വെച്ചായിരുന്നല്ലോ മെയിൽ വന്ന സമയത്ത്. അതാണ് നമുക്കിപ്പോഴും നമ്മുടെ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്നത് അവരൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലൊരു പിന്നെ സ്കൂൾ ഗ്രൂപ്പ്സ് ക്ലാസ്മേറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞ് അതിന്റെ പരിപാടി മറ്റേ ഗെറ്റ് ടുഗദേഴ്സും സ്കൂൾ ഗ്രൂപ്പ്സ് ഒക്കെ ആയി. അങ്ങനെ എല്ലാവരുമായിട്ടും ടച്ചിലാണ്. എല്ലാവരുമായിട്ടും ക്ലോസ് ആണെന്നല്ല, പക്ഷെ എല്ലാവരുമായിട്ടും എന്തൊക്കെ അങ്ങോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അല്ലെ ബർത്ത്ഡേ വിഷ് ചെയ്യും. അതൊക്കെ നല്ലതാ, ടച്ചിലിരിക്കുന്നതല്ല. പക്ഷെ എപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുറച്ച് പേരെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ കുറച്ച് പേര് വേണമല്ലോ. ഇപ്പൊ ഇവിടെ വന്നു അപ്പൊ നമുക്കിനി ഫ്രണ്ട്സ് വേണമല്ലോ എന്നുള്ള അങ്ങനെയല്ല. ഫ്രണ്ട്സ് ഉണ്ടാവുമ്പോ പുതിയ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഓക്കെ ഇവര് നമുക്കൊന്ന് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കത്തില്ല. നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ സന്തോഷിക്കുന്നു. അപ്പൊ ഇപ്പം നമ്മൾ ഓരോ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരൊക്കെ എന്താ പറയുന്നത്, നമ്മുടെ മറ്റേ സിങ്ക് ആണോ, നമ്മുടെ വൈബാണോ, നമ്മളായിട്ട് സിങ്ക് ആവുന്നുണ്ടോ, അങ്ങനത്തെ ഒരു ചിന്ത വരുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്കൊരു ടെൻഷനൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ ഇപ്പൊ ഫ്രണ്ട്സ് വന്നിട്ട് എനിക്കിങ്ങനെ ഫ്രണ്ട്സ് വന്നു കുറച്ച് നാളത്തേക്ക് ഫ്രണ്ട്സ് പിന്നെ ഇല്ല, പിന്നെ അങ്ങ് ഫ്രണ്ട്ഷിപ്പ് വിട്ടു പോകുന്നു, അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഇവരൊക്കെ ഇനി അങ്ങനെ ആവുമോ, കുറച്ച് കാണുമ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് നല്ല ഫ്രണ്ട്സിനൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് പതുക്കെ പതുക്കെ. അത് നമ്മുടെ പള്ളിയിൽ പോയപ്പോ നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടി. പിന്നെ അവരുടെ ഫ്രണ്ട്സ് അങ്ങനെ, അതായത് നമുക്കത് വേണമല്ലോ. നമ്മുടെ പിള്ളേർക്ക് ഇപ്പൊ ഫാമിലി ഒന്നും അടുത്തില്ല, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒന്നും അടുത്തില്ലാത്ത കാരണം അങ്ങനെ പിള്ളേർക്കും രസമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ പിള്ളേർക്കെല്ലാം രസമാണ് അങ്ങനെ. പക്ഷെ അപ്പോഴും നമ്മുടെ ഒരു ചിന്ത നമുക്ക് എന്ത് വേണ്ട, കുറച്ച് പേരെ ഉള്ളെങ്കിലും അവർ ഭയങ്കര ട്രൂ ആയിരിക്കണം, അങ്ങനെ ക്ലോസ് ടു ഹാർട്ടായിട്ട് വെക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത ഇവരങ്ങനെ ആയിരിക്കുമോ ഇത് നമുക്ക് എന്താ പറയുന്നത്. ഇപ്പം നിങ്ങളോടൊക്കെ എനിക്ക് റോ ആയിട്ട് സംസാരിക്കാം. ഞാൻ ഇങ്ങനെ ഇപ്പൊ നീ ചെയ്യുന്ന ഒരു കാര്യം ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് എനിക്ക് പറയാം. പക്ഷെ ഞാൻ വേറൊരാളുടെ അടുത്ത് പോയി അങ്ങനെ പറയത്തില്ലല്ലോ, അങ്ങനെ പറയത്തില്ല. അതെ, ഇപ്പൊ അവർക്ക് അതാ ഇഷ്ടമെങ്കിൽ ഇപ്പൊ അത് എന്റെ ഇഷ്ടം അല്ലെങ്കിലും, അല്ലെങ്കിൽ ഞാൻ അതിനകത്തൊന്നും അഭിപ്രായം പറയത്തില്ല. പക്ഷെ നിന്റെ കാര്യമാണ്, നിനക്കൊന്ന് ആലോചിച്ചൂടെ, അത് വേണ്ടായിരുന്നു എന്നങ്ങനെ പറയാനുള്ള പറയും. അതായത് ഫോർമാലിറ്റി ഒന്നും നോക്കാതെ ഭയങ്കര നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് ആണ് എനിക്കിപ്പം കംഫർട്ടബിൾ എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താണ് ഇപ്പം ചിലപ്പോൾ നമുക്ക് പലപ്പോഴും നല്ല ഫ്രണ്ട്സ് ഉള്ള ആൾക്കാരും കല്യാണം കഴിഞ്ഞതിന് ശേഷം പല ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാ കാണുന്നത്? ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആണ്. റിന്യൂസിന് എങ്ങനെയാണ് തോന്നുന്നത്? അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ചിലപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡിന് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരുന്ന കാര്യം കാണും. പിന്നെ നമ്മുടേതായ കുറച്ച് പ്രയോറിറ്റീസ് വേറെ മാറുന്നോണ്ട് വരുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് വേണോ അതോ നമ്മളിങ്ങനെ നമ്മളുടെ ഫാമിലി എന്നുള്ള രീതി മാറണോ? എന്താണ് തോന്നുന്നത്? എനിക്കിപ്പോ കല്യാണം കഴിഞ്ഞോണ്ട് ഫ്രണ്ട്ഷിപ്പ് പിന്നെ മാറ്റി വെക്കണം അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്കാണെങ്കിൽ മെയിൻ ആയിട്ടും നമ്മൾ ഭയങ്കര ടച്ച് എപ്പോഴും കാണുന്നതും, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലുണ്ടായിരിക്കുമ്പം നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് വിളിക്കുന്നതും അങ്ങനെ അത് കുറഞ്ഞു എന്നല്ലാതെ എല്ലാവരുമായിട്ടും ടച്ചിലൊക്കെയാണ്. പക്ഷെ നമ്മൾ ഈ എഫേർട്ട് എടുത്ത് നമ്മൾ സംസാരിക്കുമല്ലോ. അപ്പം എനിക്ക് അങ്ങനെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടാണ് ഞാൻ കൂടുതലും എഫേർട്ട് എടുത്ത് നമ്മൾ എല്ലാവരും ഒരേപോലെ എഫേർട്ട് എടുത്ത് നമ്മൾ നമ്മുടെ ലൈഫ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് ആ സമയത്ത് ഫോൺ പറ്റാത്തതുകൊണ്ട് നമ്മൾ മെയിലിൽ ചെയ്യുന്നു എന്നാണ്. അപ്പം അതുപോലെ അങ്ങനെ ഗ്രാജുവലി എന്താ പറയുന്നത്, എല്ലാവരും ലൈഫിന്റെ പല പല അവരുടെ ലൈഫായിട്ട് ഇങ്ങനെ ബിസി ആയി പൊക്കോണ്ടിരുന്ന വഴിക്ക് എന്താ പറയാ, ടച്ച് ഇങ്ങനെ പോയി പോയി പോയി. എന്നാൽ വല്ലപ്പോഴും സംസാരിക്കുന്നവരുണ്ട്. ആഹ് ഇപ്പം കാണാത്തോണ്ടോ അല്ലെ മിണ്ടാത്തോണ്ടോ തീരെ സംസാരിക്കാത്തവരുണ്ട്. ഇപ്പൊ ചിലപ്പോ അവരെ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമായിരിക്കും പഴയ പോലെ. പക്ഷെ അങ്ങനെ കാണല് ഭയങ്കര കുറവാണ്. അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞ ഒരു നമ്മള് ഒരു 100 പേര് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കല്യാണത്തിന് മുന്നേ നമ്മള് ഇപ്പൊ എന്ത് പറയുന്നത്, നമ്മൾ എപ്പോഴും കാണുന്ന നമ്മുടെ ഭയങ്കര ഫ്രണ്ട്സ് ഒരു 100 പേരുണ്ടായിരുന്നു. ഇപ്പൊ 25 പേര്, 100 പേരുണ്ടെന്നല്ല ഇനി പറഞ്ഞ, ഇപ്പൊ എന്നാ ഒരു 25 പേരുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു 5-6 പേരായിട്ട്. അതായത് ആ ഒരു റിലേഷൻ നമ്മളിങ്ങനെ എല്ലാരും ഒരുപോലെ എഫേർട്ട് എടുത്താലല്ലേ അത് മുന്നോട്ട് വരത്തുള്ളൂ. അപ്പൊ ചിലപ്പോ നമ്മൾ ബിസി ആയിരിക്കും, ചിലപ്പോ അവര് ബിസി ആയിരിക്കും. അപ്പം എനിക്ക് ഇപ്പം പഴയ പോലെ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെയല്ല. എനിക്ക് ഇപ്പൊ എന്റെ വളരെ ആഗ്രഹം കുറച്ച് പേരാണെങ്കിലും കുറച്ച് നല്ല പേര് ക്വാളിറ്റി ഉള്ളെങ്കിൽ ഉള്ള നല്ല നല്ല ക്വാളിറ്റി, എനിക്ക് ആൾക്കാരുണ്ട്. റോ ആയിട്ട് എന്നെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എന്റെ ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് ഒരു സാധനം ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിന്റെ അഭിപ്രായത്തിനോട് എനിക്ക് യോജിപ്പില്ല, അല്ലെങ്കിൽ നീ പറയുന്ന സാധനം എനിക്ക് താല്പര്യമില്ല എന്ന് എനിക്ക് തുറന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരത് പറയുമ്പോൾ എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അത് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ബിഹേവ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. ഫ്രണ്ട്സ്. അതായത് ഫോമാലിറ്റി ഒന്നും ഇല്ലാതെ അല്ലെ ഭയങ്കര ഇൻഫോർമൽ ആയിട്ടുള്ള ഭയങ്കര റോ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനോടാണ് ഇപ്പം താല്പര്യം. മുന്നേ അങ്ങനൊന്നും ഇല്ല, മുന്നേ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇപ്പം ഫ്രണ്ട്സ് വരുമ്പോ ഇവര് ജെനുവിൻ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇവര് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ഫ്രണ്ട് ആയിരിക്കും, അങ്ങനെയല്ല. നമ്മൾ ആ ഒരു മൊമെന്റിൽ നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുന്ന അങ്ങനെ അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഇപ്പം നമ്മൾ കുറച്ച് ഫിൽട്ടർ ചെയ്ത്, ഇപ്പൊ പുതിയ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്യാൻ നോക്കും. മനസ്സിലായോ? എല്ലാവരും ഇപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാവരെയും നമുക്ക് എല്ലാവരോടും എപ്പോഴും സംസാരിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പൊ ഒരാളെ കാണുമ്പം ഭയങ്കര ഇപ്പൊ അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മള് പിന്നെ പോളിഷ് ചെയ്ത് അങ്ങനൊന്നും എനിക്കിപ്പം അങ്ങനത്തെ, മനസ്സിലായോ? മനസ്സിലായി, നമുക്ക് ഇഷ്ടം അവർ മനസ്സിലായി, ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലായി. നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇങ്ങനെ പോളിഷ് ചെയ്തൊക്കെ പറയണല്ലോ. അങ്ങനെ ആലോചിക്കൂ, അത് വേണം, അതിനോടൊന്നും താല്പര്യമില്ല എനിക്ക്. പറ്റത്തില്ല, അത് കൊള്ളത്തില്ല, ആ, അല്ലെങ്കിൽ എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ അത് പറയാൻ അക്സെപ്റ്റ് പറ്റണം. ചെയ്യുമ്പോൾ എനിക്ക് എന്നോട് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന കുറച്ച് ആൾക്കാരെയാണ് എനിക്കിപ്പം യെസ്. താല്പര്യം. എന്നുവെച്ചാൽ ആ ഒരു സ്റ്റേജ് ചിലപ്പോൾ കഴിഞ്ഞു കാണും. ഇത്രയും ഇയേഴ്സ് ആയപ്പോഴത്തേക്ക് ഇപ്പോഴും അങ്ങനെ അങ്ങനെ പറ്റില്ല. ഇപ്പൊ എനിക്കിങ്ങനെ അതുപോലെ തന്നെ എല്ലാവരോടും പോയി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. അതെ. ഞാൻ റോ ആയിട്ടിരിക്കും, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന, തിരിച്ച് എന്നോട് അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ ലൈഫിൽ വരുന്നതാണ് കൂടുതൽ സന്തോഷം. അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുക. കാര്യം അത് മാത്രമല്ല, ഇത്രയും ടൈം എടുത്ത് നമ്മൾ പിന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നീ പറഞ്ഞേ ഇതിനകത്തുനിന്ന് എന്ത് കിട്ടി എന്നുള്ളതല്ല, ലൈക്ക് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യം നമ്മൾ എന്താണോ അതുപോലെയാണ് സംസാരിക്കുന്നത്. അതെ. അപ്പം അതിനകത്തുനിന്ന് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കണക്റ്റഡ് ആക്കാൻ പറ്റുന്ന ചില ആൾക്കാർ കാണുമായിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിലും ഈ പല ഫേസസിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും പറയേണ്ട സ്റ്റോറീസും ഡിഫറെൻ്റ് ആണ്. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ ഈ ഒരു ഏജിൽ നിന്നിട്ട് നമ്മളൊരു 20s നമ്മളെ കാണുമ്പോഴത്തേക്ക് എന്താ 20s നമ്മളെ റീനുവിനോട് പറയാനായിട്ട് ഉള്ളത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു, മനസ്സിലായി? നമുക്ക് തന്നെ നമ്മളോട് പറയാൻ കുറച്ച് കാര്യങ്ങളില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? എനിക്കങ്ങനെ ഒന്നും മാറ്റണം എന്നൊന്നുമില്ല. ഇങ്ങനെ ഈ പ്രോസസ്സൊക്കെ ഉണ്ടായ കാര്യങ്ങള് ഉണ്ടായ ആ ഒരു പ്രോസസ്സിലൂടെ ഒക്കെ കടന്ന് ഇവിടെ എത്തുന്നതാണ് നല്ലത്. ഞാൻ എല്ലാം ഇതിപ്പോ മുന്നേ അറിഞ്ഞ് ഇപ്പൊ 36 ഞാൻ 20 എന്നോട് ഞാൻ ഓക്കെ നിന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നടന്ന പോലെ തന്നെ നടന്ന് അങ്ങനെ തന്നെ ആ പ്രോസസ്സ് വരുന്ന അതുപോലെ ആ തന്നെ പ്രോസസ്സ് അതുപോലെ തന്നെ വേണമെന്നായിരുന്നു. വേണം. അതെ Yes, അതെ. yes, yes. പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഓർക്കും, കുറച്ചാള് ഞാൻ ഓർക്കും ഇങ്ങനെ നമ്മുടെ ഫാമിലി, അതായത് നമ്മളൊരു കല്യാണത്തിന് മുന്നേ വരെ ഇപ്പൊ പപ്പ മമ്മി ഞാൻ എന്ന് പറഞ്ഞൊരു ലൈഫാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും റിയലൈസ് ചെയ്യുന്നില്ല. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ഭർത്താവ് പിള്ളേർ എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ചിന്തിക്കുന്നത്, നമ്മൾ ഓക്കെ പപ്പ മമ്മി ഞാൻ എന്നുള്ളത് അതിന്റെ കൂട്ടത്തിൽ ഒരു ഭർത്താവ് അല്ലെ പിള്ളേര് അങ്ങനെ വരുന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഉം. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് പപ്പ മമ്മി ഞാൻ എന്ന് പറഞ്ഞു നമ്മൾ സ്കൂളിൽ പോകുന്നു, നമ്മൾ അവർ വർക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അത് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 23 ഇയേഴ്സ് വരെ അങ്ങനെ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് അത് മാറി. അതായത് നമ്മുടെ ലൈഫിലോട്ട് ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു, പിള്ളേരായി. അപ്പം എന്താ പറയാ, പണ്ടത്തെ ഒരു
ലൈഫ് ഉണ്ടല്ലോ, അത് അതെ. ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ആഹ് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അന്ന് അത് ഓക്കെ ലൈഫിന്റെ ഒരു പാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു അങ്ങനെ അങ്ങ് അങ്ങ് പോയി. നമുക്കറിയാം കല്യാണം കഴിക്കും, നമ്മൾ മാറും എന്നൊക്കെ അറിയാമെങ്കിലും പിന്നെ ആലോചിക്കുമ്പം ആ ഒരു സമയമുണ്ടല്ലോ, നമ്മള് ഓക്കെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ സ്കൂളിൽ പോകുന്നു അല്ലെ കോളേജിൽ പോകുന്നു, തിരിച്ച് നമ്മുടെ വീട്ടിൽ വരുന്നു, അങ്ങനെ അത് ആഹ് ഇപ്പൊ ഇപ്പൊ ഞാൻ പിള്ളേരോട് പറയും, നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ അറിയത്തില്ല, ഇപ്പം എന്താ പറയുന്നേ, നിങ്ങൾ രണ്ടും ഒരുമിച്ചാണ് രാവിലെ എഴുന്നേൽക്കുന്നു, കഴിക്കുന്നു, കുളിക്കുന്നു, പിന്നെ ഉറങ്ങുന്നു, എല്ലാം ഒരുമിച്ചാണ്. പക്ഷെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും രണ്ട് ഫാമിലി ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ക്രിസ്മസിനോ അല്ലെ ഒരു ഈസ്റ്ററിനോ അല്ലെ ഒരു ഓണത്തിനോ ഒക്കെ ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. അവരിപ്പോ അത് റിയലൈസ് ചെയ്തില്ലല്ലോ. അതെ. ഇവര് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം നമ്മുടെ ലൈഫായിട്ട് നമ്മൾ മാറിപ്പോകുന്നൊന്നും ചിന്തിക്കത്തില്ല. അപ്പൊ ഞാൻ ഇപ്പൊ അന്ന് ഞാൻ അങ്ങനെ എന്നോട് ആരും പറഞ്ഞില്ല ഓക്കെ നീ വേറൊരു, നമ്മളാരും അങ്ങനെ ചിന്തിക്കുന്നുമില്ല വേറൊരു ലൈഫിലോട്ടാണ് പോകുന്നത്. ഞാനിപ്പോ അവരോട് പറയും, നിങ്ങൾ ഈ സമയത്ത് ഒരു ഭയങ്കര എൻജോയ് ചെയ്ത് നിൽക്കി, കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫായിട്ട് പോകുമ്പോൾ നിങ്ങൾ വല്ലപ്പോഴായിരിക്കും മീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരിക്കലും ചിന്തിക്കത്തില്ല ഈ ജെയ്ഡിനെ, ഈ ജോക്കുട്ടൻ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമായിരിക്കും കാണുന്നത്. അതല്ല വേറെ വല്ല രാജ്യങ്ങളാണ് 2 വർഷത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും കാണുന്നതെന്ന് അവർക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഉള്ള സമയം കുറച്ചു കാലം ഒരു 16-17 ഇയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കോളേജ് സമയം, അത് നമുക്ക് അറിയത്തില്ല. മാക്സിമം അത്രയൊക്കെ ഉള്ളൂ ഈ ഒരുമിച്ച് അപ്പ അമ്മ രണ്ട് പിള്ളാരെന്ന് പറഞ്ഞുള്ള ഒരു ഏഹ്, നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് അത്രയും അത്രയുമേ ഉള്ളൂ. ഈ അത് ആ ഒരു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ടൈം ഏറ്റവും ഹാപ്പി ആയിട്ട്, കാര്യം നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നില്ലേ ഈ അതെ ഒരു ഹാപ്പിനെസ്. അത് മാത്രമല്ല, നേരത്തെ ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളൊരു ഒരു കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിയുമ്പോഴത്തേക്ക് റെസ്പോൺസിബിലിറ്റി നന്നായിട്ട് കൂടും. പിന്നെ നമ്മള് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടൂർ പോവാൻ, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ് ഞാനിത് പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഒരു ടൂർ പോവുകയാണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യാണ്, നമുക്ക് വേറൊരു ടെൻഷൻ അതിനകത്തില്ല, നമ്മൾ എൻജോയ് ചെയ്യാം. correct, correct. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഞാൻ വിചാരിക്കും ഇനിയിപ്പോ എനിക്ക് തന്നെ തോന്നുന്ന കാര്യമാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതും എല്ലാവർക്കും അങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്? കാര്യം വെച്ചാൽ നമ്മളൊരു ടൂർ പോയാൽ എപ്പോഴും നമ്മുടെ കൂടെയുള്ള കുഞ്ഞിന് എന്തെങ്കിലും അവര് സേഫ് ആണോ, അവര് ഇതാണ് ഇത്, ഇങ്ങനെ കൺസേൺ നമുക്ക് എത്ര അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാലും നമുക്ക് ആ പണ്ടത്തെ പോലെ ഒരു ഫ്രീ ഇതില്ലേ, അത് നമുക്ക് അതെ. എത്താൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ടോന്നോ? പണ്ട് നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ നമുക്ക് 2 ഡ്രസ്സ് എടുത്ത് വെച്ച് ബ്രഷും പേസ്റ്റും ടവലൊക്കെ എടുത്ത് വെച്ചങ്ങ് പോയാൽ മതി. ഇപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഒരു മെഡിക്കൽ സ്റ്റോർ മുഴുവനുണ്ട്. ഇതൊന്നും ചിലപ്പോ ഈ മരുന്നുകളൊന്നും ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല. എന്നാലും ഇതെല്ലാം വേണം എവിടെയെങ്കിലും പോകുമ്പോ. ചിലപ്പോ എക്സ്പയർഡ് ആയിട്ട് എടുത്ത് കളയുമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ വലിയൊരു പാക്കറ്റ് അതിനകത്ത് ഓക്കെ മുറിഞ്ഞാൽ ബാൻഡേഡ്, പിന്നെ ചൂട് വന്നാൽ പാരസെറ്റമോള്, അലർജി വന്നാൽ സിട്രസിൻ എന്ന് പറഞ്ഞ് സകലമാന സാധനങ്ങളുമായിട്ടാണ് ഇപ്പം ഇപ്പം ഞങ്ങള് 2 വർഷം നാട്ടിലായിരുന്നല്ലോ കോവിഡ് സമയത്ത്. അപ്പം 2 ആഴ്ച കുണ്ടറ നിൽക്കും, 2 ആഴ്ച ഉദിമൂട് നിൽക്കും, അങ്ങനെ. കുണ്ടറന്ന് ചെന്നൈന്ന് കൊണ്ടുവന്ന ആ പെട്ടി, വലിയൊരു പെട്ടി, ആ പെട്ടി എടുത്ത് എവിടെയും വെക്കില്ല. അതും ഞങ്ങള് പോകുന്നവിടെ ഞങ്ങളുടെ ഇവിടെ ആ പെട്ടിയുണ്ട്. കാര്യം ഇതിനകത്ത് ചിലപ്പോൾ പകുതി സാധനം ഉപയോഗിക്കത്തില്ല, എന്നാൽ ഇതെല്ലാം കയ്യിലുണ്ട് എന്നുള്ളത് ഒരു സമാധാനമാണ്. ധൈര്യത്തിന്. ഒരാവശ്യം അതൊരു ധൈര്യത്തിന് ഇതെല്ലാം ഉണ്ട് എന്നുള്ളത്. പണ്ട് ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു. അതാണ് പണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആ ഒരു സ്വാതന്ത്ര്യം ആൾക്കാർ മനസ്സിലാവില്ല. ഇപ്പം കുഞ്ഞുങ്ങളാണെങ്കിലും, ഇപ്പം ജെസ്സിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ ജെസ്സിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയും വലുതാവണം, വലിയ നമ്മളെ പോലെ ഒരുങ്ങണം, ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് ആഗ്രഹം. പക്ഷെ ജോക്കുട്ടൻ അപ്പൊ അതാണ് ആഗ്രഹം. കിട്ടുന്ന വീടിന് ബേബി ആയിട്ടിരുന്നാ മതി. പക്ഷെ അപ്പൊ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യവും സമാധാനവും യാതൊരു വിധമായ പ്രശ്നങ്ങളില്ല. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ ഇപ്പൊ എന്ത് കാര്യത്തിനും ചിന്തിക്കും, അത് വേണോ വേണ്ടേ, ഇത് എടുക്കണോ ഇത് ചെയ്യണോ ഒക്കെ. അതൊരു അതല്ലേ ഞാനിപ്പോ ഞങ്ങള് ചെന്നൈയിലായിരുന്ന സമയത്ത് പള്ളിയിൽ പോകുന്ന പറഞ്ഞാൽ പള്ളി ഒരു 23 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട് പള്ളിയിൽ പോകാൻ. അപ്പൊ ഞാൻ പിള്ളേർക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, രാവിലെ എഴുന്നേറ്റ് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, മറ്റേ ഇപ്പൊ ബ്രെഡോ സീരിയലോ അങ്ങനെയല്ല, പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അത് കാറിലിരുന്ന് കൊടുത്ത്, ഞാൻ തന്നെ ആലോചിക്കും ഇതൊക്കെ ഞാൻ തന്നെയാണോന്ന് ഈ ചെയ്യുന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ച് ആക്ച്വലി എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. ഇതൊരു പ്രോസസ്സാണ്. എല്ലാവരും അതിനകത്തോട്ടൊരു ഷിഫ്റ്റ് അവർക്ക് തന്നെ തന്നെ ഉണ്ടാവും. നമ്മള് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു നാച്ചുറൽ അമ്മ, ആയിട്ട് ഇതൊക്കെ അത് സംഭവിക്കും. നാച്ചുറൽ അതെ. ആയിട്ട് ഒരു അമ്മയാവുമ്പോഴത്തേക്ക് നമ്മള് നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട് ആക്ച്വലി. ആ ഒരു കരുതാനുള്ള ഒരു ഇത് ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതെ. ഇനി അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് റീനുവിനെ കാണുന്നത്? എങ്ങനെയാണ് ഫ്യൂച്ചറിൽ, ഏത് രീതിയിലായിരിക്കണം, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ?
ആം, എനിക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് സിമ്പിൾ ആണ്. അതായത് എന്റെ ലൈഫിൽ എന്തോ എനിക്ക് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പിനെസ്സും പീസ് ഓഫ് മൈൻഡും ആണ്. അത് എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ വലിയ സാധനങ്ങൾ കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവും അങ്ങനെയൊന്നുമില്ല. എന്റെ ചുറ്റുമുള്ള സാധനങ്ങളിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആണ്. അതായത് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എനിക്ക് അങ്ങനെ അവസാനം വരെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് അല്ല ഹാപ്പി ആയിട്ട് ഈ ഇരിക്കാൻ പറ്റും. പക്ഷെ ഹാപ്പിനെസ് എന്ന് ഇപ്പോഴും നമ്മൾ പറയുന്നത് ഹാപ്പി ആയിട്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ പല രീതിയിലുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ചിലർക്ക് അച്ചീവ്മെന്റ് ആയിരിക്കാം അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതെ ചിലർക്ക് അതെ അതെ അതല്ല, നമ്മളിപ്പം നമുക്കുള്ള ചെറിയൊരു ചുറ്റുപാടാണെങ്കിലും അതിലത് ഹാപ്പി ആയിട്ട് ഇരിക്കാന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ചിലർക്ക് എന്തുണ്ടെങ്കിലും അവർക്ക് എന്താ ഗ്രാസ് ഇസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദ അതർ സൈഡ് ആണ്. അവർക്ക് അതെ അതെ എന്തുണ്ടെങ്കിലും അവർക്ക് ചിലപ്പം എപ്പോഴും ഇതല്ല മറ്റേതാണ് നല്ലതെന്നൊരു ഫീല് നല്ലതെന്ന് തോന്നല്. വരും. അതെ ഏറ്റവും അതെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അതുമുതൽ പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് നേടിയെന്ന് പറഞ്ഞാലും ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യമില്ല. ഉറങ്ങാൻ പറ്റണം അറ്റ്ലീസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ നമുക്കൊന്ന് സന്തോഷമായിട്ട് സമാധാനം. കിടന്നുറങ്ങാൻ പറ്റുവാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എങ്ങനെയാണ് ആ ഒരു പീസ് ഓഫ് മൈൻഡ് നമ്മൾ കൊണ്ടുവരാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളിലാണ് സന്തോഷം കണ്ടെത്തുന്നത്? അല്ല എന്നെ ഇപ്പം സന്തോഷിപ്പിക്കാൻ വലിയ പാടില്ല. ഇപ്പൊ എനിക്കിങ്ങനെ ചുമ്മാ നിന്ന് ചിലപ്പം വിൻഡോ ഒന്ന് തുറന്നിട്ട് പുറത്തോട്ടൊന്ന് നോക്കുമ്പോൾ ഭയങ്കര നേച്ചർ കാണുമ്പോൾ ഞാൻ ഹാപ്പിയാ. സന്തോഷിക്കുന്ന ഒരാളാണ്. ചിലപ്പോ ഒരു ചൂടൊക്കെ പെയ്യുമ്പോൾ ചൂടൊക്കെ ഭയങ്കരമായിട്ടുള്ളപ്പോൾ ഒരു മഴ പെയ്താൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. അല്ലെങ്കിൽ ചില സമയത്ത് നല്ല ഫുഡ് കിട്ടിയാൽ ഹാപ്പി ആവും. അങ്ങനെ എനിക്കങ്ങനെ സന്തോഷം കണ്ടെത്താൻ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. പിന്നെ പീസ് ഓഫ് മൈൻഡ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പോകുന്നത് ആർക്കെങ്കിലും ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സമയം അതിലാണ് എന്റെ പീസ് ഓഫ് മൈൻഡ് പോകുന്നതെന്ന് പറയുന്ന ഒരു സംഭവം അതാണ്. അപ്പം പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരു ഹോപ്പില് വിശ്വാസത്തില് അങ്ങനെ ഫെയ്ത്ത്, പീസ് ഓഫ് ഹോപ്പ്. മൈൻഡ് അങ്ങനെ തന്നെ വെച്ചോണ്ട് യെസ്. പോന്നു. അതാണ് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ഇത് നമുക്ക് ഞാൻ എന്റെ കാര്യമാണ് കേട്ടോ. ശരിക്കും വേണ്ടി എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഞാൻ ഒരുപാട് പേർക്ക് വിചാരിക്കുന്നത് അത് ഓക്കെ. ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും എന്ത് നേടിയെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഇതാണ് നമുക്ക് വേണ്ടത്. എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഒരു മണി ഏൺ ചെയ്യുന്ന കാര്യമാണെങ്കിൽ എല്ലാത്തിന്റെയും പുറകിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം കിട്ടാൻ വേണ്ടിയാ. പക്ഷെ ഇത് കിട്ടാതെ നമ്മൾ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇത് രണ്ടുമാണ് എനിക്ക് വേണ്ടത്. ചിലപ്പോ എല്ലാരും കൂടെ ഫാമിലി ആയിട്ട് കുറച്ചു നേരം ഇരിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. അങ്ങനെ അപ്പം പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രസന്റ് ആൾക്കാരുടെ മൊമെന്റ് നാളെ നല്ലയാവും എന്ന് വിചാരിച്ചില്ല. അതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇരിക്കുന്ന ഒരു ചെറിയ കാര്യത്തിലും നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെ ഒരു മെഡിറ്റേഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന കാര്യത്തെ നമ്മൾ എൻജോയ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്. സോ അതാണ് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ലൈഫിൽ ഒരുപാട് നമുക്ക് നമുക്ക് ഓരോ ദിവസം എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റ്സ് എ ഗിഫ്റ്റ് അല്ലേ? ഓരോ ദിവസം എന്ന് പറയുന്നതും ദൈവത്തിന്റെ ഒരു ദാനമാണ്. അതിപ്പോ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഫാമിലി എന്ന് പറയുന്നതും കുട്ടികൾ എന്ന് പറയുന്നതും ഒക്കെ എന്റെ കുറച്ച് സിമ്പിൾ ആണ് എന്റെ ലൈഫ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്നെ ഹാപ്പി ആക്കാൻ വലിയ പാട് എനിക്ക് തന്നെ ഇല്ല. അപ്പൊ എന്നെ വേറൊരാൾ ഹാപ്പി ആക്കണമെന്നില്ല. എനിക്ക് തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ഞാൻ ഹാപ്പിനെസ് കണ്ടെത്താറുണ്ട്. പിന്നെ അല്ല ഇതൊരു ഇങ്ങനെ കീ എന്തൊരു പോയിന്റ് സിറ്റുവേഷൻ ആണ്. വരുമ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും നമ്മളെ ഹാപ്പി ആക്കി വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ബാക്കിയുള്ളവർക്കും ആ ഹാപ്പിനെസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് എന്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ സ്നേഹമെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. എന്താ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു അല്ലെങ്കിൽ സന്തോഷമൊക്കെ വരുമ്പോ എന്റെ പിള്ളേരാണ് അമ്മയ്ക്ക് ഇത് എന്തുവാ എന്ന് തോന്നുന്ന കാര്യം. എന്നെ കൊണ്ട് എന്റെ പിള്ളേരാണ് പൊറുതിമുട്ടിയിരിക്കുന്നത് എന്റെ ഹാപ്പിനെസ് ഞാൻ എക്സ്പ്രസ് ചെയ്യുമ്പോ. അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് സന്തോഷിക്കാൻ. അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയം ചിലപ്പോൾ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ കസിൻസിന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ കൂടെ ഒക്കെ ഇരിക്കുമ്പോ ഉള്ള സമയമൊക്കെ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയാനുള്ളത് നമ്മുടെ പിന്നെ എല്ലാരോടും പറയാനുള്ള എന്താ മറ്റുള്ളവർക്ക് നമ്മുടെ ഉള്ളില് ഇങ്ങനെ വേണം എന്ന് മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എന്താ ലോകത്തോട് പറയാനുള്ളത്? ആം, ലോകത്തോട് പറയാൻ ആണോ അതോ എന്റെ തോട്ട്സ് ആണോ എന്താണ് തോട്ട്സ് നിനക്ക് തോട്ട്സ് വേണ്ടത്? ലോകത്തോട് അങ്ങനെ പറയാനുള്ള പിന്നെ തോട്ട്സ് ഇപ്പം ലൈക്ക് എന്താ ഓക്കെ. ഇങ്ങനെ ഇങ്ങനെ അൾട്ടിമേറ്റ് നമ്മുടെ ഒരു ഈ ഒരു അപ്പൊ എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ചിലപ്പോ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അങ്ങനൊന്നും ഇല്ല.
ലൈഫ് ഭയങ്കര സിമ്പിൾ ആണ്. എന്താ, ലിവ് ദ മൊമെന്റ്, ലിവ് ദ പ്രസന്റ് എന്നുള്ളതാണ് എൻ്റെ പിന്നെ ഒരു പോളിസി എന്ന് പറയുന്നത്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലോട്ടൊന്നും എന്റെ ചിന്തകൾ അങ്ങനെ പോവാറില്ല. ഭയങ്കര എല്ലാവരും സന്തോഷത്തോടെയും സുഖത്തോടെയും ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്ക് അവരെ സന്തോഷിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മളും സന്തോഷിച്ച് അങ്ങനെ കുഞ്ഞ് ഇതായിട്ട് പോവാന്നുള്ളതാണ് കാര്യം. എല്ലാവർക്കും എല്ലാം ഒന്നും എല്ലാവരുടെയും ലൈഫ് ഡിഫറെന്റ് ആണ്. എല്ലാവരുടെയും ലൈഫ് നമ്മൾ എടുത്ത് ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ 5 മക്കളുണ്ടെങ്കിൽ 5 പേരുടെ ലൈഫ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വേറൊരാളെ നോക്കിയിട്ട് അവൻ അങ്ങനെയാണ് അല്ലെ അവൾ ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കാതെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. അതായത് നമുക്ക് കിട്ടിയ സാധനം, നമുക്ക് കിട്ടിയ ലൈഫിൽ നമ്മൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കിട്ടിയാലും, എനിക്കറിയില്ല എന്ത് കിട്ടിയാലാണ് നമ്മൾ സന്തോഷിക്കുക എന്ന് ആലോചിക്കുക. അത് പറ്റുന്നതാണെങ്കിൽ അത് അച്ചീവ് ചെയ്യുക. അതല്ല പറ്റാത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ. എന്നിട്ട് എന്താ പറയുന്നത്, അതിന്റെ പുറകേല് എനിക്കത് കിട്ടിയാലേ നമ്മൾ ട്രൈ ചെയ്യുക. പറ്റുവാണെങ്കിൽ കിട്ടിയാൽ അത് സന്തോഷിക്കുവാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പക്ഷെ അതല്ല എനിക്ക് ഇപ്പം ഞാനിപ്പം 7th സ്റ്റെപ്പിലാണ്, 8th സ്റ്റെപ്പിലായാലേ ഞാൻ സന്തോഷിക്കൂ. ഞാൻ 8th കയറാൻ ട്രൈ ചെയ്തു, പക്ഷെ 8th എനിക്ക് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. 7th ഉള്ള സാധനങ്ങളിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞ ട്രൈ ചെയ്യുക. നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തോ വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അൾട്ടിമേറ്റ്ലി ഹാപ്പി ആയിട്ട് ഇരിക്കുക, അതെ. സമാധാനത്തോടെ ഇരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത്, ട്രൈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മനസ്സിലാക്കുക എന്താ ഹാപ്പിനെസ്, എന്റെ ലൈഫിൽ എന്തോ എനിക്ക് വേണ്ടെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി ട്രൈ ചെയ്യുക. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. മനസ്സിലായോ? ചിലപ്പോൾ ഭയങ്കര കാറിനോട് ക്രേസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഒരു BMW കിട്ടുന്നതായിരിക്കും സന്തോഷം. ചിലപ്പോൾ അയാൾക്കൊരു സ്വിഫ്റ്റ് ഡിസയർ ആയിരിക്കും അയാളുടെ ഉള്ളത്. അപ്പൊ BMW കിട്ടാൻ ട്രൈ ചെയ്ത് നോക്കുക. അത് ഇപ്പൊ എല്ലാവർക്കും BMW കിട്ടണം എന്നുമില്ല. പക്ഷെ നമുക്കുള്ള സ്വിഫ്റ്റ് ഡിസയറിൽ നമ്മൾ സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുക. അതിനെ ഇഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്ത് പോവാന്നുള്ളതാണ്. BMW കിട്ടിയാലേ ഞാൻ സന്തോഷിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ ചെയ്യണ്ടെന്നല്ല, ട്രൈ ചെയ്യുക. കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിൽ ഉള്ളതിൽ ഹാപ്പി ആയിട്ടിരിക്കുക. പ്രോസസ്സ് നമ്മൾ വർക്ക് ചെയ്യുക. ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. പക്ഷെ ഉള്ളതിൽ സന്തോഷിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഇപ്പം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഓരോരുത്തരുടെ ലൈഫ് ഡിഫറെന്റ് ആണ്. നമുക്കൊരു പാറ്റേൺ ലൈഫിൽ കാണും എല്ലാവരുടെയും ലൈഫിൽ. ചിലർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുന്നത്. ചിലർക്കാണെങ്കിൽ ഭയങ്കര അവര് പ്ലാൻ ചെയ്യുന്ന പോലെ അവരുടെ ഫ്യൂച്ചർ നടക്കും. ഇപ്പൊ എനിക്ക് ഇത്ര വയസ്സിൽ ഇത് ചെയ്യണം, ഇത്ര വയസ്സിൽ അത് ചെയ്യണം, അത് ചിലർക്ക് നടക്കും. ചിലർക്ക് ഒന്നും പ്ലാൻ ചെയ്യത്തില്ലായിരിക്കും. അവർ പ്ലാൻ ചെയ്തില്ലെങ്കിൽ അവരുടെ ലൈഫ് പ്ലാൻ ചെയ്തതിനെക്കാട്ടി നന്നായിട്ട് പോകും. പക്ഷെ ചിലര് ഒത്തിരി ആഗ്രഹിച്ച് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നു. ചിലർക്ക് ചില കാര്യങ്ങൾ കിട്ടാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്താലായിരിക്കും ചിലപ്പോൾ അവർക്ക് അത് കിട്ടുന്നത്. ചിലർക്ക് എത്ര സ്ട്രഗിൾ ചെയ്താലും ചിലപ്പോൾ അത് കിട്ടത്തില്ല. മനസ്സിലായോ? പല പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, അവർക്ക് ചിലപ്പോൾ അങ്ങനത്തെ ചിന്തകൾ, അവർ വിചാരിക്കും എനിക്കിത് പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇത് പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ അവർ സ്മൂത്ത് ആയിട്ട് അത് അച്ചീവ് ചെയ്ത് പോകുന്നവരുണ്ട്. ഭയങ്കര ഭയങ്കര അവർ തന്നെ വിചാരിക്കുന്നതിൽ അപ്പുറത്തായിട്ട് പോകുന്നവരുണ്ട്. ചിലര് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് അവിടോട്ട് എത്തുന്നവരുണ്ട്. ചിലര് എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചിലപ്പോൾ അവിടെ എത്താത്തവരും ഉണ്ട്. എന്ത് തന്നെയാണേലും നമ്മൾ നമ്മുടെ ലൈഫിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കുക. പിന്നെ എന്താ പറയുക, നമ്മൾ ട്രൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാം കിട്ടത്തില്ല. അത് എല്ലാവർക്കും എല്ലാം കിട്ടത്തില്ല. ചിലരുടെ പോസിറ്റീവ്സ് ചിലരുടെ നെഗറ്റീവ്സ് ആയിരിക്കും. ചിലർക്കുള്ളത് ചിലർക്ക് ഇല്ലായിരിക്കും. പക്ഷെ നമുക്കുള്ളതിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ചുറ്റുമുള്ളവരെയൊക്കെ വിഷമിക്കാതിരിക്കുക. നമുക്ക് ആകെ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു പ്രസന്റ് മൊമെന്റേ ഉള്ളൂ. പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യുക. ചെറിയൊരു കാര്യമാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ ഉണ്ടെങ്കിലാണ് എത്ര സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന. ഗ്രേറ്റ്ഫുൾ ആവുമ്പോൾ നമുക്ക് അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ആ ഒരു രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. പിന്നെ അതെ, ചിലർക്ക് വലിയ എന്തെങ്കിലും വലിയ ആഗ്രഹങ്ങളായിരിക്കും. ചിലർക്ക് ഇപ്പൊ ലങ്സിന് ഒരു പ്രശ്നമുള്ളവർക്ക് ഒരു മിനിറ്റ് ഒരു സപ്പോർട്ട് ഇല്ലാതെ ശ്വാസം എടുക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്.
അപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മള് ഇങ്ങനെ ഓരോ നിമിഷവും നമ്മൾ ഇങ്ങനെ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്ക് ഓക്കെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ട്, നമുക്ക് കുഴപ്പമില്ലാതെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കാര്യം. അതുപോലും ഇല്ലാത്തവര് കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പം വേറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവരുടെ ബേസിക് ആയിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ദൈവമേ ഒന്ന് ഒരു നിമിഷം ഈ ലൈഫ് സപ്പോർട്ടൊന്നും ഇല്ലാതെ ഒന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റണേ എന്നുള്ളതായിരിക്കും. പക്ഷെ അതൊന്നും കാണാതെ ഇല്ലാത്തതിനെ മാത്രം ഉള്ളതിനെ കാണാതെ ഇല്ലാത്തതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എപ്പോഴെങ്കിലും നമുക്ക് സന്തോഷമുണ്ടോ എന്ന്. കാര്യം എല്ലാവർക്കും എല്ലാം ഒന്നും എപ്പോഴും ഇല്ല. എല്ലാവർക്കും എല്ലാം എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആരെയും. എല്ലാം ലൈഫ് അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന അങ്ങനെയല്ല ആൾക്കാര്. ഡിസൈൻ ചെയ്തേക്കുന്നത്, ലൈഫ് ഡിസൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയല്ല. പക്ഷെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതിനെ മാറ്റാനുള്ളൊരു ചോയ്സും നമുക്കുണ്ട്. വിഷമിച്ച് കഴിയണോ അതോ അതെ പിന്നെ അതിൽ സന്തോഷത്തോടെ കഴിയണോ എന്നുള്ളത് ചോയ്സ് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് അയ്യോ അത് പോയെന്ന് പറഞ്ഞ് വിഷമിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉള്ളതിനകത്ത് അതെങ്ങനെ ബെറ്റർ ആക്കി മാറ്റാം എന്നുള്ളത് ചിന്തിക്കാം. അത് നമ്മുടെ പക്ഷെ ചോയ്സ്. വേറൊരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം, അല്ലെങ്കിൽ അതിനുള്ള ഒരു നമ്മുടെ ആഗ്രഹം എന്താണ് വേണ്ടത് വേറൊരാള് തീരുമാനിക്കാൻ പാടില്ല. നമ്മൾ തന്നെയാണ് അതിന് നമ്മൾ ഡിസിഷൻ തന്നെ അത് എടുക്കുന്നത്. തീരുമാനിക്കാൻ, അത് എല്ലാവരും ഒരു വീട്ടിലെ എല്ലാവരും അത് മനസ്സിലാക്കണം. എല്ലാവരും ഇൻഡിവിജ്വൽ പീപ്പിൾ അതെ ആണ്. അതെ. എല്ലാവർക്കും അവരുടേതായ പേഴ്സണാലിറ്റിയും അവരുടേതായ ഇഷ്ടങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ എന്തുവാ ചെയ്യേണ്ടതെന്ന് അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ബട്ട് ആസ് എ ഫാമിലി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഫാമിലി എന്ന് പറയുന്ന ഒരു ടീമാണ്. ആ ഒരു ടീമിലേക്ക് എന്താണ് എന്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ഞാൻ ഫുൾ ഡിസൈഡ് എല്ലാവരുടെയും പ്ലസും മൈനസും നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ടീം, ആസ് എ ടീം നമ്മൾ അങ്ങനെ ചെയ്യണം. ചെയ്യണം. പക്ഷെ ഫോർ നമ്മളെന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെയാണെങ്കിൽ ഇപ്പൊ റീനു ഈ ഒരു പാത്ത് തെരഞ്ഞെടുത്തു. റീനുവിൻ്റെതായ സന്തോഷമാണ് അത്. എനിക്ക് അതെ അതിനകത്ത് ഒരിക്കലും ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാനോ ഉള്ള വോയിസ് എനിക്കില്ല. കാര്യം ആ ഒരു ഡിസിഷൻ എടുത്തത് റീനു ആണ്. അതെ അപ്പം അതിനകത്ത് ഹാപ്പിനെസ് കണ്ടെത്തുന്നത് അതാണ്. ചിലപ്പോൾ മേ ബി വേറെ ആൾക്കാർ പറയുമോ ഇത്രയും പഠിച്ചതാണ് ഇന്ന ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയാണ് പോകേണ്ടത്. അത് പറയാൻ ആർക്കും ഇല്ല. ആർക്കും കാര്യം റൈറ്റ് ഇല്ല. അത് അതെ ഒരു ഫാമിലി ആവുമ്പം ആദ്യത്തെ ഡിസിഷൻ എടുക്കേണ്ടത് യു ആർ ദ റൈറ്റ് പേഴ്സൺ. കാര്യം റീനുവിനാണ് അറിയാവുന്നത് എന്താണ് റീനുവിന്റെ ഹാപ്പിനെസ്സും പീസ് ഓഫ് അതെ മൈൻഡും അതെ ഉള്ളത്. അത് അതെ കഴിഞ്ഞിട്ട് വേറെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഇരിക്കുമ്പോൾ എന്താണോ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബെറ്റർ ബെറ്റർ ആയിട്ട് ആയിട്ടുള്ളത് നമ്മൾ അതെ ഡിസിഷൻ എടുക്കാൻ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ഇത് സഫർ ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ചെയ്യരുത്. ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ ചോയ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ ആ അപ്പം ഒരു സിറ്റുവേഷനിൽ അങ്ങനെ വരുന്നത്. ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പൊ സപ്പോസ് ഉം. ഒരാള് എനിക്ക് ഇഷ്ടമില്ലാതെ ഞാൻ വീട്ടിൽ നിന്നിട്ട് പിള്ളേരെ നോക്കുന്നതിൽ വിഷമിച്ച് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതും നമ്മൾ അതെ അതെ മനസ്സിലാക്കണം. ഉറപ്പായിട്ടും. അതെ അവർക്ക് ഇപ്പം മേ ബി ഒരാൾക്ക് വർക്ക് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അവർ വർക്ക് ചെയ്യട്ടെ. അത് നീ വർക്ക് ചെയ്യണ്ട, നീ വീട്ടിലിരുന്ന് പിള്ളേരെ നോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഒരിക്കലും സന്തോഷത്തോടെ ചെയ്യാൻ പറ്റത്തില്ല. അതല്ല അതുപോലെ അവർക്ക് തിരിച്ചും വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടമെങ്കിൽ അവരത് ചെയ്യട്ടെ. അവരുടെ ഹാപ്പിനെസ് അതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആർക്കും ആരെയും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അവരവരുടെ കാര്യം രണ്ട് പാർട്ടുകളും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതെ. ബിക്കോസ് നമ്മുടെ അതിന്റെ ലൈഫ് എങ്ങനെയാന്ന് നമുക്കാണ് അറിയാവുന്നത്. അതെ. ഇപ്പം എന്താ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അതിനകത്ത് പൈസ വേണം, അതുപോലെ സമയം വേണം. എന്താ പറയുന്നത്, എല്ലാം കൂടെ അത് ഒരു കാര്യം മാത്രമല്ല, എല്ലാം വേണം. അതിപ്പം അങ്ങനെ ഇപ്പൊ ഇന്ന ആൾ നീ ആണായതുകൊണ്ട് നീ അത് ചെയ്യും, നീ പെണ്ണായതുകൊണ്ട് ഇത് ചെയ്യും, അങ്ങനെയല്ല. ഇപ്പം ആണിനാണ് അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ പുള്ളി ചെയ്യട്ടെ, പെണ്ണിനാണ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വരുന്നത് ആ ഫാമിലിക്കാണ്. അതെ അത് അതാണ് എങ്ങനെയാണോ അത് അവരുടെ കഴിവനുസരിച്ച് അവരുടെ ഫാമിലിയിൽ ഇപ്പൊ എപ്പോഴും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം ഒരാളുടെ പോസിറ്റീവ് ആണ് വേറൊരാളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത്. അതെ രണ്ടുപേരും ഒരേപോലെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപോലെയും അല്ലാതെയും ആകാം. പക്ഷെ ഒരു പേഴ്സണാലിറ്റിയിൽ വരുമ്പോൾ ഒരാൾ ഇൻട്രോവേർട്ട് ആണ്, ഒരാൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കാം. അങ്ങനെ ഇപ്പൊ ഒരാള് പിന്നെ എന്താ പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെ ഒരാൾ കുറച്ച് പേഷ്യൻസ് ഉള്ള ആളായിരിക്കും. അപ്പോൾ അങ്ങനെ അങ്ങനെ ആവുമ്പോഴാണ് അത് ആ ശരിക്കും ഒരേ വൈബില് എപ്പോഴും ചില ആൾക്കാർ ആയിരിക്കില്ല ഒരേ വൈബിൽ കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണ്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ ചിന്തിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് കിട്ടിയതിനെ എങ്ങനെ ബെറ്റർ ആക്കാം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ലൈഫിൽ പേഴ്സണാലിറ്റിയുടെ കാര്യത്തിൽ എപ്പോഴും ഒരേ പേഴ്സണാലിറ്റി ഉള്ളവരുടെ കാട്ടിലും രണ്ട് പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.
ഇപ്പൊ രണ്ടുപേരും ഒരുപോലെ ദേഷ്യപ്പെടുന്നവരാണെന്നുണ്ടെന്നെക്കാട്ടി നല്ലത് ഒരാള് ഒന്ന് ദേഷ്യപ്പെടുമ്പോ അടുത്ത ആള് ഒന്ന് കാമായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളുടെ ലൈഫിൽ വെച്ചാൽ ഇപ്പൊ ഒരു പെട്ടെന്ന് ഇപ്പം കൊച്ചു എന്തെങ്കിലും കൈ മുറിഞ്ഞെന്ന് വെച്ചോ, മുറിഞ്ഞെന്ന് വരുമ്പോ ഇപ്പൊ നോർമലി വാക്സിനേഷൻ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പോത്തില്ല. ഞാൻ അച്ഛൻ്റെ പോത്തില്ല എന്നല്ല, ഞാൻ ആ റൂമിലോട്ട് കയറത്തില്ല. ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും. എനിക്ക് അത് ഇച്ചിരി കാണാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് ഒന്ന് കൈ മുറിഞ്ഞു, അല്ല പിള്ളേരൊന്ന് മറിഞ്ഞു വീണ് ഭയങ്കരമായിട്ട് ബ്ലഡ് വരുന്നു, ചിലപ്പോൾ ഞാനായിരിക്കും അത് ഡീൽ ചെയ്യുന്നത്. അച്ഛനായിരിക്കും ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ എനിക്ക് ചിലപ്പോൾ അത് ഞാൻ അതങ്ങ് ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞ്, പക്ഷെ അയ്യോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒന്ന് ഇതായി പോകും. പക്ഷെ വാക്സിനേഷൻ എടുക്കാനൊക്കെ പോകുന്നത് ചിലപ്പോൾ അച്ഛനായിരിക്കും. പക്ഷെ രണ്ടുപേരും പെട്ടെന്ന് ഇങ്ങനെ രണ്ടുപേർക്കും വാക്സിനേഷൻ എടുക്കാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. അത് പറഞ്ഞാൽ ഇവൾക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നതല്ല, എന്തോ ഒരു ബാലൻസ് ആ ഒരു എല്ലാ കാര്യത്തിലും അത് കാര്യത്തിലുണ്ട്. ഉണ്ടാവും എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ അത് പറ്റുള്ളൂ. അല്ലാതെ അത് മാത്രമല്ല, എക്സ്പെക്ടേഷൻ വരുവാണ്, എനിക്ക് ഇന്നയൊക്കെ ചെയ്തു തരണം എന്നൊക്കെ വരുമ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുകൾ പലരും അനുഭവിക്കാറുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു റോൾ മോഡലുണ്ട്, ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ലൈഫ് എന്നൊക്കെ നമ്മളൊരു വെച്ചിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതല്ലാന്ന് വരുമ്പോൾ ഭയങ്കര വിഷമമുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് ലൈഫ്, ഇങ്ങനെയൊക്കെ നമുക്ക് വരാം അല്ലേ, അങ്ങനെ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടെ തോന്നിയിട്ടില്ലേ അങ്ങനെ? എക്സ്പെക്ടേഷൻ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ എക്സ്പെക്ടേഷൻ എപ്പോഴും ഒരു സൈഡിൽ നിന്നാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പം എന്റെ പാർട്ട്ണറിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം ഞാൻ തിരിച്ചും ഞാൻ അങ്ങനെയാണോ എന്നും കൂടെ ഞാൻ ആലോചിക്കണല്ലോ. അതെ ഇപ്പൊ ഞാൻ പറയാം എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം, ഓക്കെ ശരി, എന്നാ ഞാനും തിരിച്ച് ഭയങ്കര കെയറിങ് ആയിരിക്കണം. അതെ അപ്പൊ അതൊരു ബാലൻസ് ആവും. പക്ഷെ എല്ലാം എനിക്ക് ഇങ്ങോട്ട് വേണം, എല്ലാം എന്താ ചെയ്താല്, എന്താ നിനക്ക് ചെയ്താല്, നിങ്ങൾക്ക് എന്താ ചെയ്താല്, അങ്ങനത്തെ രീതി വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി അതിലൊരു പോയിന്റ് ഞാൻ ചോദിച്ചോട്ടെ, അതിനെപ്പറ്റി എന്താ ചിന്തിക്കുന്നതെന്നുള്ളത്. ചില ആൾക്കാര് എവറിത്തിങ് അവർ ഗ്രാൻഡഡ് ആയിട്ട് കരുതുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് ഗീവ് 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 ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും ഗീവ് ചെയ്യുക. പക്ഷെ മറ്റേ ആള് അത് ഗ്രാൻഡഡ് ആക്കി മാത്രം എടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും മനസ്സിലായി. മനസ്സിലാവുന്നുണ്ട്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഒത്തിരി ലൈഫിൽ. നമുക്ക് പല ഇതിൽ വരുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയും മറ്റ് കാര്യം അത് ഗ്രാൻഡഡ് ആക്കി എടുക്കുകയും എന്നാൽ തിരിച്ചൊന്നും കൊടുക്കാതിരിക്കുമ്പോഴുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞേ, എപ്പോഴും നമ്മളിപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്റെ മോനാണെങ്കിൽ ഇന്നലെ സ്കൂളിൽ നിന്ന് തിരിച്ച് ബസ്സിൽ വന്ന സമയത്ത്, തിരിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒന്ന് രണ്ട് ടോയ്സ് കയ്യിലുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇത് എവിടുന്നാ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ടക്കറിന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ടോയ്സ് ആണ്, സെലീൻ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു നീ ഇത് ടക്കറിനോട് തിരിച്ചു വേണ്ടേ എന്ന് ചോദിച്ചില്ലേ. അപ്പൊ പറഞ്ഞു, ടക്കർ പറഞ്ഞു കീപ് ഇറ്റ് വിത്ത് യു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരി, പക്ഷേ തിരിച്ച് നീ എന്താ കൊടുത്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാനൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഇപ്പൊ സെലീനാണല്ലോ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ടക്കർ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമൊന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോ അവന്റെ അമ്മ ചോദിക്കത്തില്ലേ രാവിലെ ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ എവിടെ, തിരിച്ച് ബാഗിലൊന്നും ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞു ഇല്ലില്ല, ടക്കറിന്റെ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ലാന്ന്. ഞാൻ പറഞ്ഞു നീ എന്ന് വിചാരിച്ചേ അവന്റെ അമ്മ ചോദിക്കുക അവനോട്, നീ ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയ സാധനമൊക്കെ എന്തിനാ കൊണ്ടുപോയെന്ന് ചോദിച്ചാല് അവന് വഴക്ക് കിട്ടത്തില്ലേ. അപ്പൊ അവൻ പറഞ്ഞു ശരി, ഞാൻ മൺഡേ പോകുമ്പോ ഞാൻ ചോദിക്കാം, ഞാൻ ടക്കറിന് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഇത് കൊണ്ടുപോയി ടക്കറിന് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ടക്കർ പക്ഷെ എന്നോട് പറഞ്ഞല്ലോ ഞാൻ എടുത്തോളാൻ. അപ്പൊ ഞാൻ പറഞ്ഞു അത് അന്നേരം നിന്നോട് എടുത്തോളാനാ പറയുന്നെങ്കിൽ നീ അത് എടുത്തോ, പക്ഷെ നിന്റെ ഒരു ടോയ് അവന് തിരിച്ചു കൊടുക്കണം. മനസ്സിലായോ? ഇത് ഇപ്പം റീസെന്റ് ആയിട്ട് നടന്ന ഇന്നിപ്പം അത് പറയുന്നുണ്ടായിരുന്നു അവന്. പിന്നെ ഇന്ന് ടോയ് എടുത്തോണ്ട് പോകാൻ മറന്നുപോയി. പക്ഷെ അവനോട് ഇപ്പൊ ചോദിച്ചു നിനക്ക് തിരിച്ചു വേണം ചോദിച്ചപ്പോ അവൻ വേണ്ടാന്ന് പറഞ്ഞു, നീ ഇനി വെച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ജീഡൻ പറഞ്ഞു ഞാൻ നിനക്ക് ലൈറ്റ് കത്തുന്ന ബോൾ കൊണ്ടുവരാന്ന്. ഞാൻ പറഞ്ഞു ശരി, നാളെ പോകുമ്പോ ആ ലൈറ്റ് കത്തുന്ന ബോൾ ഇന്ന് എടുത്ത് ബാഗിലിട്ടോ, തിരിച്ചു കൊണ്ട് കൊടുത്തോ. എപ്പോഴും ഒരാൾ മാത്രം എന്ന് പറഞ്ഞാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണല്ലോ, ട്രേഡിംഗ് എന്നൊക്കെ പറയുമ്പോ അതാണല്ലോ പരിപാടി. ഒരാളുടെ ബാഗിനകത്തെ സാധനം വേറൊരാളെടുത്ത് ബാക്കി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് ശരിയല്ല. അവന്റെ കാര്യം ആലോചിച്ച് നോക്കിയേ, അവൻ വീട്ടിൽ ചെന്ന് ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ എന്നാലും അത് ശരിയല്ലല്ലോ. അപ്പൊ അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പോഴും ഇങ്ങോട്ട് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് ഒരു വിലയില്ല. അത് എപ്പോ കിട്ടാതാകുന്നോ അപ്പം മനസ്സിലാവും കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തിന്റെ വില. അതിനെക്കാട്ടി നല്ലത് കിട്ടാതാകുന്നതിന് മുന്നേ അതിന്റെ വില അത് മനസ്സിലാക്കി മാത്രമല്ല വേറൊന്നും നമ്മള് ഗ്രേറ്റ്ഫുൾ നമ്മുടെ ആയിരിക്കുക കൈ എന്നുള്ളത്. പറഞ്ഞ് എടുത്ത് കൊടുക്കുമ്പോൾ ഒരു പെയിൻ ഉണ്ടല്ലോ, ലൈക്ക് അത് ഇഷ്ടപ്പെട്ട സാധനമായിരിക്കാം, എന്നാലും വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ. പക്ഷെ അത് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ അങ്ങോട്ട് വലുതാവുമ്പോഴും നമ്മളത് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം പിന്നെ
അവിടെ ഇപ്പൊ സീസൺ എങ്ങനെയാണ് ഇപ്പൊ? ആ, തണുപ്പ്. വിന്റർ ആക്ച്വലി വിന്റർ ആണ്. പക്ഷെ ഈ വർഷം ഇപ്പൊ നെക്സ്റ്റ് സീസൺ എന്ന് പറഞ്ഞ സ്പ്രിംഗ് സീസൺ. അപ്പം ഇപ്പം പ്രാവശ്യം എന്തോ ഏർലി സ്പ്രിംഗ് ആന്ന് പറയുന്നു. അതായത് വിന്റർ ഇപ്പൊ തന്നെ ഓൾറെഡി കുറച്ച് തണുപ്പൊക്കെ കുറഞ്ഞ് ഒരു നമുക്ക് ഇപ്പൊ ഒരു ജാക്കറ്റ് ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു വെതർ ഇന്നലെ തുടങ്ങിയിട്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്കറിയത്തില്ലല്ലോ, നമ്മുടെ ആദ്യത്തെ വർഷമാണ്. എല്ലാരും പറയുന്നത് ചിലപ്പം പെട്ടെന്ന് ഇനിയും ടെമ്പറേച്ചർ ഡൗൺ ആവും എന്ന് പറയുന്നു. നോക്കാം. ഏപ്രിൽ വരെ വിന്റർ സമയമാണ് പൊതുവെ, ഏപ്രിൽ സ്റ്റാർട്ടിങ് വരെ. ഈ ഇങ്ങനെയുള്ള ഒരു നമ്മളൊരു കൺട്രിയിൽ പോകുമ്പോഴത്തേക്ക് ഇതുപോലത്തെ പല സീസൺസ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ സീസൺസ് ഉണ്ടാവുന്ന പോലെ പല പല സീസൺസ് അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും ഫാമിലി ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് ആ ഒരു ഇതെല്ലാം കാര്യങ്ങളും അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ലൈക്ക് നമ്മുടെ ആ, നാട് ഉണ്ട്. പോലെ അല്ലല്ലോ അത് എങ്ങനെ തോന്നിയിട്ടുണ്ട്? കാര്യം നോർമലി ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഒന്നും ചെയ്യാത്ത ആൾക്കാർ പോലും അവിടെ ചെല്ലുമ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു. അത് കിച്ചണിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടെ കണക്റ്റഡ് ആയിട്ട് തോന്നും. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല, നമ്മുടെ നാട്ടിൽ ഒന്നും ചെയ്തില്ലെങ്കിലും ഓക്കെ സ്ത്രീകളായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അത് എങ്ങനെ തോന്നിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക്? അത് ശരിക്കും പറഞ്ഞാൽ അത് എനിക്കിപ്പം എന്താ പറയുന്നേ, ഇപ്പം ഫാമിലി ആയിട്ട് വന്നതിനെ പറ്റി ഞാൻ ആദ്യം പറയാം. ഞാനാണല്ലോ ആദ്യം ചോദിച്ചത്. അത് യൂഷ്വലി എങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പം ഹസ്ബൻഡ് ആണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ വൈഫാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഹസ്ബൻഡ് ആണ് ഇങ്ങോട്ട് വരുന്നത്, അല്ലെ വൈഫാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് വെച്ചോ. അപ്പൊ അവർ തന്നെ വരാണ് ചെയ്യുന്നത്. തന്നെ ആദ്യം വന്നിട്ട് ഫുൾ അവര് എല്ലാം സെറ്റ് ആക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സിംഗപ്പൂരിൽ നമ്മൾ പോയ സമയത്ത് എനിക്ക് ഒന്നും എല്ലാം ഓൾറെഡി സെറ്റ് ആയിരുന്നു അവിടെ. ഇപ്പൊ വീട് അച്ഛൻ എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ അറിയാത്ത സ്ഥലങ്ങളല്ല, ഫുഡ് എവിടെയാ വാങ്ങിക്കുന്നത് എല്ലാം അറിയാം. പക്ഷെ നമ്മള് ഇവിടെ വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാരും ചെയ്യുന്ന ഒരാൾ ഒറ്റയ്ക്ക് വന്ന് ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷമാണ് പിള്ളേരും എല്ലാരും വരുന്നത്. പക്ഷെ ഞങ്ങള് ഡിസൈഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് സ്ഥലത്തായിട്ട് അങ്ങനെ താല്പര്യമില്ല. താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അച്ഛൻ തന്നെ പോയി നിൽക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല, അച്ഛനും താല്പര്യമില്ല. അല്ലെ ഞാൻ പിള്ളേരെയും കൊണ്ട് തന്നെ വരുന്നതിനോടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. നമ്മൾ ശരി നമുക്ക് ഒരുമിച്ച് തന്നെ വരാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വന്നു. പക്ഷെ രണ്ടുപേർക്കും എളുപ്പം എന്ന് പറയുന്നത്, ഒന്ന് ആരിലും ഒരാൾ വന്ന് ഇപ്പം അച്ഛൻ വന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പിള്ളേരൊന്നും പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമല്ല പിള്ളേരും കൂടി വരുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഒറ്റയ്ക്ക് വന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അല്ല നമുക്കാണെങ്കിലും എല്ലാം സെറ്റ് ആയിട്ടുള്ള ഒരു വീട്ടിലോട്ട് പിള്ളേരെ കൊണ്ട് വരുന്നതായിരിക്കും എളുപ്പം. പക്ഷെ ഞങ്ങള് ഒരുമിച്ച് വരാനാണ് തീരുമാനിച്ചത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾസ് ആണ്. നമ്മൾ ഒരു സെറ്റിലായ ഒരു സ്ഥലത്തു നിന്ന് നമ്മള് ഒരു പ്ലാന്റ് കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് നടുന്ന പോലെ അല്ല, ഒരു ട്രീ എടുത്തോണ്ട് വന്ന് ഒരു ട്രീനെ എടുത്ത് റീപ്ലേസ് ചെയ്യുന്ന പോലെ, റീപ്ലാന്റ് ചെയ്യുന്ന പോലെ ഒരു പരിപാടിയായിരുന്നു നമ്മൾ ചെയ്യുന്നത്. അപ്പം ഓൾറെഡി വേറൊക്കെ വന്ന സാധനത്തെയാണ് പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നത്. നമ്മൾ ഒരുവിധം സെറ്റായി, പിള്ളേരുടെ സ്കൂളും എല്ലാം സെറ്റ് ആയതായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ആ പ്രോസസ് ഉണ്ടല്ലോ, അത് പിള്ളേരും കൂടെ അതിനകത്ത് പാട്ടായിരുന്നു. നമ്മള് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ ആദ്യം വന്ന ഒരു ഹോട്ടലിലാണ് താമസിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് നമ്മുടെ ഈ വണ്ടിയില്ല. അപ്പൊ അച്ഛന്റെ കൊളീഗ്സ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ അവരാരും മലയാളികളല്ലാത്ത കാരണം അവർക്ക് അറിയുന്ന സാധനങ്ങളൊക്കെയാണ് അവർ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. നമ്മുടെ അരിയൊക്കെ നമ്മുടെ കേരള റൈസ് ഒന്നും അല്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കൊച്ച് ജോക്കുട്ടൻ എന്നോട് ചോദിക്കാൻ തുടങ്ങി, അമ്മ നമ്മുടെ അരി കിട്ടുമോ? 2 വീക്സ് ഇവിടെ താമസിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ചോറ് കിട്ടുമോ? പക്ഷെ ചോറൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാതിരുന്ന ആള് ഇത് ചോറ് കിട്ടും. അപ്പൊ ചേട്ടൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട്, അമ്മ തിരിച്ച് ചെന്നൈ പോകുമ്പോ എനിക്ക് ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ. നമ്മളവിടെ ഓട്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനമാണ് നമ്മള് കഴിക്കുന്നത്. അപ്പം അവര് ഓക്കെ, ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾ തിരിച്ച് നമ്മൾ വീടെടുത്ത് മാറുമ്പോഴത്തേക്ക് നമുക്കത് സെറ്റാക്കാം. അപ്പൊ ഉപ്പുമാവൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത സാധനമാണ്. രാവിലെ ഉറക്കത്തുനിന്ന് രാവിലെ എഴുന്നിട്ട്, അമ്മ എനിക്ക് ചെന്നൈ പോകുമ്പോ ഉപ്പുമാവ് ഉണ്ടാക്കി തരുമോ? അപ്പൊ ചോക്കിട്ട് നമ്മുടെ ചോറ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. പക്ഷെ അത് അവർക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ ആ ഒരു പ്രോസസ്സിൽ വേറെ ഓപ്ഷൻ ഇല്ല. ചോറ് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ മേടിച്ചേനെ. അതെ. എന്നിട്ട് പിന്നെ നമ്മള് വണ്ടി നമ്മൾ എടുക്കുന്ന 6 മന്ത്സ് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ താമസിക്കുന്ന ഒരു വീടെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമുക്ക് നടന്നു പോയി, എല്ലാം നമുക്ക് ഇന്ത്യൻ ഷോപ്പ് ആണെങ്കിലും എന്ത് സാധനങ്ങളാണ് നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് വണ്ടി ഇല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നടക്കും, എല്ലാ സാധനങ്ങളും മേടിക്കാനും നമ്മൾ നടക്കും. ആ സമയത്ത് വെതറൊക്കെ നല്ലായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ നടക്കും. അപ്പൊ ഈ പിള്ളേരും സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ കയ്യിലാണല്ലോ തൂക്കിക്കൊണ്ട് വരുന്നത്. അപ്പൊ പിള്ളേര് നമ്മുടെ കൂടെ നടക്കും. പിന്നെ ഈ ബാങ്കിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മള് കുറച്ച് ദൂരമൊക്കെ, ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അല്ലെ 2 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ നമ്മൾ നടക്കും, അല്ലെങ്കിൽ നമ്മൾ ക്യാബ് എടുക്കും. അങ്ങനെ പിള്ളേരും നടക്കും. ചില സമയത്ത് നമ്മൾ ഈ ഫോണിന്റെ അകത്തൊക്കെ നമ്മൾ ഈ ഫിറ്റ്നസ് ആപ്പിലൊക്കെ കാണാം 13 കിലോമീറ്റേഴ്സ് നടന്നു ടു ആൻഡ് ഫ്രോ. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം പല സമയത്ത് പോകുന്നതായിരിക്കും.
നമ്മൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് അതിന്റെ അടുത്തുള്ള ചിലപ്പം ഇങ്ങനെ പുതിയൊരു സ്ഥലമാണല്ലോ, നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഉം. എന്തൊക്കെയാ ഉള്ളത് എവിടെയൊക്കെയാന്നൊക്കെ അറിയാൻ നമുക്കാരും പരിചയം ഈ സ്ഥലത്ത് ആരും ഇല്ലല്ലോ. ഇപ്പൊ എന്റെ കസിൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വേറെ വേറെ സ്റ്റേറ്റ്സിലാണ്. ഇപ്പം അച്ഛന്റെ കസിൻസും ഉണ്ട്, അവരും വേറെ സ്റ്റേറ്റ്സിലാണ്. പക്ഷെ നമുക്ക് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ഫ്രണ്ട്സും ഇല്ല ആ സമയത്ത്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കും. ചിലപ്പോൾ ഒരു ബാങ്കിന്റെ അവിടെ ആയിരിക്കും പോകുന്നത്, പക്ഷെ അതിന്റെ അടുത്തുള്ള കുറേ സ്ഥലങ്ങളിൽ പോകും. പിള്ളേരും നടക്കും. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കയറും, കഴിക്കും, അങ്ങനെ തിരിച്ചൊക്കെ വന്ന് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ 8 കിലോമീറ്റർ, 9 കിലോമീറ്റർ, 13 കിലോമീറ്റർ, അതെനിക്ക് പിള്ളേരുണ്ടായിരുന്നോ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയൊക്കെ കാണുമ്പം ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഇവര് 6 മന്ത്സ് കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ. പക്ഷെ നമ്മളിപ്പോ ഒരു വന്ന അച്ചാച്ചൻ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ലൈസൻസ് എടുത്തു, വണ്ടി എടുത്തു ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവര് വരുന്നെങ്കിൽ ഇവരൊന്നും അറിയത്തില്ല. കാര്യം ലൈഫിൽ അവര് നടന്നിട്ടേ ഇല്ല. സ്കൂളിൽ പോകുന്ന നടന്നാ പോകുന്നത്. കാര്യം സ്കൂൾ ബസ് തിരിച്ചു മാത്രമേ ഉള്ളൂ. ഇത്ര അടുത്താണ് നമ്മൾ താമസിക്കുന്ന ലൊക്കാലിറ്റി അനുസരിച്ചാണ് നമുക്ക് സ്കൂൾ കിട്ടുന്നത്. നമ്മുടെ ചോയ്സ് അല്ല. നമ്മുടെ താമസിക്കുന്ന ഇതിന്റെ ഇപ്പം ആ സ്കൂളിൽ തന്നെ വിതിൻ 1 മൈൽ ആണെങ്കിൽ നമ്മൾ സ്കൂൾ ബസ് ഉണ്ടാവില്ല. ഉം. അപ്പം നമ്മൾ നടന്നാണ് രാവിലെയും. ഈ പിള്ളേര് ലൈഫിൽ അങ്ങനെ നടന്നു പോയിട്ടുള്ളവരല്ല. ഉം. പക്ഷെ എന്നാ അവർക്ക് കാല് കഴിക്കുന്നോ വയ്യാന്നോ അങ്ങനൊന്നും അവർ പറഞ്ഞിട്ടില്ല. കാര്യം നമ്മൾ എങ്ങനെയാണോ സഹിക്കുന്നത് അവരും അതുപോലെ തന്നെ അത്. കാര്യം അവർക്കറിയാം വേറെ ഓപ്ഷൻ ഇല്ലാന്ന്. അങ്ങനെ സ്കൂളിൽ പോകുന്ന വൈകിട്ടാണേലും തിരിച്ച് പിന്നെ നടന്നു വരുന്നു അങ്ങനെ. അപ്പൊ അവര് ഒരുമിച്ച് വന്നത് ഒരു കണക്കിന് അത് നന്നായെന്ന് തോന്നാറുണ്ട്. കാര്യം ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചാണ് ഫേസ് ചെയ്തത്. ഒരാൾ മാത്രം ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും ബാക്കി എല്ലാരും ഈസി ആയിട്ട് വരാം, അങ്ങനെയല്ല. എല്ലാരും ഒരുമിച്ചാണ് അത് അതെല്ലാം ഫേസ് നല്ലതാണ്. ചെയ്തത്. അപ്പം കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് വന്നത്, പിന്നെ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്തത്. പിന്നെ പുതിയ പുതിയ കാര്യങ്ങളാകുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡും വർക്ക് ചെയ്യാൻ തുടങ്ങും. മീൻസ് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട്. അതെ. സോ അത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ടീമായിട്ട് അതെ, അതെ. ഇരിക്കുമ്പോഴാണ് അതിനൊരു ബ്യൂട്ടി ഉണ്ടാവുന്നത്. അതെ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മള് എന്താ പറയാ, ഒരു അസുഖം വന്നാലൊന്നും ചിലപ്പോൾ നമുക്ക് ഡോക്ടറിനെ ഒക്കെ കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് കുറച്ച് നാളെടുക്കും ഫസ്റ്റ് ടൈം ഒന്ന് കാണാനൊക്കെ. പക്ഷെ ദൈവം സഹായിച്ച് അങ്ങനെ അസുഖങ്ങളൊന്നും വന്നില്ല. അപ്പൊ നമ്മൾ ആ ഒരു കഷ്ടപ്പെടുന്നതിന് അപ്പൊ ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു എന്താ പറയുന്നത്, അതുമുണ്ട്. നമ്മള് ഇപ്പൊ ഒന്ന് വയ്യാതൊക്കെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് വണ്ടി ഇല്ലാതെയും ഒക്കെ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഉം. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും, അങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും വന്നില്ല. പക്ഷെ നമുക്ക് ഇതൊക്കെ എന്താ പറയാ, ലൈഫ് അച്ചാച്ചൻ വന്നിരുന്നെങ്കിൽ അച്ചാച്ചൻ ചിലപ്പം കുറച്ചും കൂടെ ഒറ്റയ്ക്ക് കുറച്ചുകൂടെ പാടായിരിക്കും. ഉം. ചില കാര്യങ്ങൾ ഈസി ആയിരിക്കും, നമ്മളെ ചില നോക്കണ്ട. കാര്യം ഈസിയും ചില ആ, കാര്യങ്ങൾ ഇപ്പൊ ഒന്നുകൂടി ഫുഡിന്റെ കാര്യമാണെങ്കിലും ജോലിയുടെ ഇടയ്ക്ക് ഫുഡിന്റെ കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഫുൾ പാക്കിങ്ങും ഇവിടെ വന്ന് അൺപാക്കിങ്ങും പിന്നെ എല്ലാം സെറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാ ചെയ്യുന്നത്. അപ്പൊ അച്ചാച്ചന് ഇപ്പം ആ ദിവസം നമ്മളിങ്ങോട്ട് വരുന്നതിന്റെ ആ ദിവസം വരെയും വർക്ക് ഉണ്ടായിരുന്നു, ഓഫീസിൽ പോകണമായിരുന്നു, ലാപ്ടോപ്പ് തിരിച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഒരു രീതിയിൽ അപ്പൊ അതിന്റെ കഷ്ടപ്പാട് അച്ചാച്ചനുണ്ട്. അപ്പം ഈ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഞാൻ ചെയ്യും. ചെയ്യും. യെസ്. പിള്ളേര് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവര് ചെയ്യും. അവരെ സത്യമായ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാക്കിയേക്കുമായിരുന്നു 2 ദിവസം ഫുൾ. പുള്ളിക്കാരി ഞങ്ങൾക്ക് ഫുഡെല്ലാം ആ സമയത്ത് കൊണ്ടുതരും, എല്ലാം പിള്ളേരെ നോക്ക്, കുളിക്കാൻ മാത്രമാണ് വീട്ടിൽ വന്നത്. അങ്ങനെ അപ്പൊ അവരും അല്ല, ഇതൊക്കെ ഒരു ലൈഫിലെ ഒരു ജേർണി ആണല്ലോ, നമുക്ക് ഓർക്കാനും കാര്യങ്ങൾ ചെയ്യാനും എങ്ങനെയാണ് നമ്മൾ ഇത് വന്നത് ഇവിടം വരെ എത്തി എന്നുള്ളത്. സോ അത് തന്നെ വലിയൊരു കാര്യമല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളുടെ ഈ ഒരു ജേർണിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടോ, അടുത്ത് എന്തെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്കങ്ങനെ ഞാനങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് എന്താ ഭയങ്കര അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ നടക്കാറില്ല പൊതുവെ. ഗോ വിത്ത് ദ ഫ്ലോ ആണ്. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മള് കുറച്ചാൾ മുന്നേ നമ്മുടെ ചിന്ത മൈൻഡ്. പോലും ഉണ്ടായിരുന്ന യെസ്. കാര്യമല്ല. അല്ല നമ്മൾ അതിനായിട്ട് എഫേർട്ട് എടുത്ത് അങ്ങനെ വന്നതും അല്ല. ഇപ്പം എന്താ പറയുന്നത്, നമ്മള് ദൈവമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന വഴിയിൽ പോകുന്ന വഴിയിൽ നമ്മൾ ഫ്ലോ. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കണം. അപ്പൊ എനിക്കറിയില്ല ഇനി മുന്നോട്ട് എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പം കുറച്ച് സമയം കുറച്ചും കൂടെ എനിക്ക് നാട്ടിലേക്കായിട്ട് കുറച്ചുകൂടെ സമയം എന്തുകൊണ്ടും ഉണ്ട്. ഞാൻ ഡ്രൈവ് ഒന്നും ചെയ്യാത്ത കാരണം, മറ്റേ സ്കൂളിൽ പിള്ളേരെ കൊണ്ടുവരല്, സാധനം മേടിക്കാൻ പോലും അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന കാരണം കുറച്ചുകൂടെ സമയം കുറവായിരുന്നു. ഇനി കുറച്ചും കൂടെ സമയമുണ്ട്. ഇപ്പൊ ഞാൻ ഈ ആഴ്ച ലൈബ്രറി പോയി 2-3 ബുക്കൊക്കെ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വായിക്കാനുള്ള ടൈം കണ്ടെത്താൻ വേണ്ടി അങ്ങനെ. അതെ 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 ഏത് അങ്ങനെ തരത്തിലുള്ള ബുക്കുകളൊക്കെയാണ് റീഡ് ചെയ്യുന്നത്? കുറച്ച് ഇങ്ങനെ റിലേഷൻഷിപ്സിന്റെയും അല്ലെങ്കിൽ അങ്ങനെ ഫാമിലി അങ്ങനത്തെ ഒക്കെ സൈക്കോളജി ബുക്കാട്ടോ. റിലേറ്റഡ് അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടല്ലേ? അതെ 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 അതെ. എനിക്ക് ഡിറ്റക്റ്റീവ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്.
പക്ഷെ കുറച്ചും ഇപ്പൊ കൂടെ കിട്ടിയാലും ഹ്യൂമൻ വായിക്കും. ഇപ്പൊ കുറച്ചും കൂടെ അതെ 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 ഹ്യൂമൻ മൈൻഡ്, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ സൈക്കോളജി ഞാൻ പറഞ്ഞില്ലേ റിലേഷൻഷിപ്പ്. ഫ്രണ്ട്സിനെ ഒക്കെ പിന്നെ ഞാൻ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെന്നൊക്കെയല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഓർക്കും എനിക്ക് എന്തെങ്കിലും പ്രശ്നമാണോ? പണ്ടത്തെ ഞാനാണെങ്കിൽ ഒന്നും ഇങ്ങനെ ചിന്തിക്കത്തേ ഇല്ല. പക്ഷെ ഇപ്പം എന്തോ അങ്ങനെയൊക്കെ ഞാൻ ഓർക്കും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? പഴയ ഞാനല്ലായിരുന്നു നല്ലത് ഇങ്ങനെ എല്ലാം ഫിൽട്ടർ ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ വേണോ എന്ന് ഞാൻ ചിലപ്പോൾ സമയത്ത് ആലോചിക്കാറുണ്ട്. അപ്പം കൂടുതലും എന്റെ ചിന്തകളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആ ടൈപ്പ് ബുക്കൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇപ്പൊ ജെയ്ഡൻ എന്താ പറയുന്നത്, ഇപ്പം ജെയ്ഡൻ ഇപ്പൊ രാവിലെ 9 മണിക്ക് പോയാൽ ഒരു 11:50 ആകുമ്പോൾ തിരിച്ചെത്തും. നെക്സ്റ്റ് ഇയർ തുടങ്ങിയിട്ട് അവനും 3:30 വരെ ക്ലാസ് ഉണ്ടാവും. അപ്പൊ കുറച്ചും കൂടെ സമയം കിട്ടും. അപ്പൊ എന്തെങ്കിലും എന്താ പറയുന്നത്, എനിക്ക് ഇങ്ങനെ സ്വിമ്മിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്യാം. എനിവേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്ര കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് പറയാൻ പറ്റി. ഡിസ്കഷൻ എന്നൊക്കെ അങ്ങനെ അത് മതി വലിയ അത് വലിയ മതി അത് മതി അത് വാക്കുകളൊന്നുമില്ല, മതി. ഒന്ന് സംസാരിക്കാൻ പറ്റി. സോ നമ്മളുടെ ലൈഫ് എന്താണോ, നമ്മൾ എന്താ ഈ ഒരു ചെറിയ കാര്യമാണെങ്കിൽ എന്തിനകത്താണെങ്കിലും അത് ഹാപ്പി ആയിട്ടും നമ്മൾ പീസ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളാണെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാനുള്ളൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു ടൈം കണ്ടെത്തി നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ.